നമസ്കാരം. പത്താമിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നവംബർ മാസം 9-ാം തീയതി മുതൽ നവംബർ മാസം 15-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. സ്വന്തം പ്രവർത്തനങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള കാര്യക്ഷമതയും കാര്യപ്രാപ്തിക്കും വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ദിവസങ്ങളാണ് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. സ്വന്തം നിലനിൽപ്പിൻ്റെ അതൊരു പക്ഷേ ജോലിസ്ഥലത്താവാം, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിലെ സ്ഥാനം നഷ്ടപ്പെടാതെയോ സ്ഥാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഇടിവ് സംഭവിക്കാതിരിക്കാനോ ആവാം. അതല്ലെങ്കിൽ ബന്ധങ്ങളിൽ പുലർത്തുന്ന ചില ജാഗ്രതയിൽ ആവാം. അതുമല്ലെങ്കിൽ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെയും അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തുന്ന ഒരവസ്ഥ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഒന്നുകിൽ അവരുടെ സ്കൂൾ അധികൃതരുമായോ മറ്റോ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതു സംബന്ധിച്ചുള്ള മാനസിക വിഷമമോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയൽക്കാർക്ക് നല്ല ഗുണങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് കാണുന്നു. അവരുടെ പല കാര്യങ്ങളിലും ഇടപെടുകയും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസരങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് ചെറിയ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഒന്നുകിൽ അവരുടെ സമയം അതിനുവേണ്ടി കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ പണം ചിലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നു. ചെറിയ തോതിൽ വ്യസനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ മറ്റു ദിവസങ്ങളിൽ സഹോദരന്മാർക്കുണ്ടാകാവുന്ന അല്ലെങ്കിൽ സഹോദരികൾക്കുണ്ടാകുന്ന സഹോദര സ്ഥാനത്തുള്ളവർക്കുണ്ടാകാവുന്ന ഈ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ശാരീരികമായ അവശതകൾക്കോ മറ്റെന്തെങ്കിലും മാനസിക വിഷമങ്ങൾക്കോ മാറ്റമുണ്ടാകുന്നതായും കാണുന്നുണ്ട്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിന് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വയോവൃദ്ധരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് ന്യൂമോണിയ പോലുള്ളതോ അല്ലെങ്കിൽ കഫപ്രകൃതി വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില ദോഷങ്ങളോ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ ശ്വാസം മുട്ട് പോലെയുള്ള കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകാം. താരതമ്യേന പ്രായം കുറവും ആരോഗ്യവും ഉള്ളവർക്ക് ചെറിയ അലർജി അസുഖങ്ങളായിട്ട് അത് വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസത്തിന് ശേഷമുള്ള ഒരു 1-2 ദിവസങ്ങളാണ് ഈ ഒരു അവസ്ഥയുണ്ടാവുക. ആഴ്ചയുടെ അവസാന ദിവസം മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ്. ഒന്ന്, സാമ്പത്തിക നേട്ടമാണ് പ്രധാനം. തൻ്റെ കർമ്മ പദ്ധതിയിൽ നിന്നോ കർമ്മത്തിൽ ഉണ്ടാക്കാവുന്ന ചില പരിഷ്കാരങ്ങളിൽ നിന്നോ ചില ഹ്രസ്വ തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി കർമ്മരംഗത്ത്, തൊഴിൽ രംഗത്ത്, പ്രവർത്തന രംഗത്തുണ്ടാകാവുന്ന മാറ്റങ്ങൾ വഴിയോ ഇവർക്ക് വിജയത്തിൻ്റേതായ ചില അടയാളങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുടെ കുറേ അടയാളങ്ങൾ കിട്ടുന്നു. കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന സാമ്പത്തിക ഭദ്രത കൈവരുന്നു ആഴ്ചയുടെ അവസാന ദിവസം. ഒരുപക്ഷെ അത് അവർ ശ്രമിക്കുന്ന ഏതെങ്കിലും വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ചില ഔദാര്യങ്ങളോ ആനുകൂല്യങ്ങളോ ആവാം. അതുമല്ലെങ്കിൽ തങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ കയ്യിൽ നിന്നും, ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ നിന്നും മുമ്പ് വാങ്ങിക്കൊണ്ടുപോയി ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനം തിരിച്ചു വരുന്നതാകാം. ധനത്തിൻ്റെ രൂപത്തിൽ തന്നെ ആവണമെന്നില്ല, മറ്റേതെങ്കിലും ദ്രവ്യമോ പ്രോപ്പർട്ടിയുടെ രൂപത്തിലോ ഒക്കെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിന് വക നൽകുന്ന ചില അവസ്ഥകൾ ഉണ്ടാകുന്നതായി കാണുന്നു. ശാരീരികമായി എടുത്തു പറയാൻ തക്കവണ്ണം ഇവർക്കും ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖങ്ങളുണ്ടാകാം. മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് യൂട്രസ് സംബന്ധമായ എന്തെങ്കിലും ചില ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മേടക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടാകാം. മാതാവിനും അത്ര നല്ലതല്ല. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം എന്നും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10 ഉച്ചവരെയും ശേഷം 15-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം. താമസിക്കുന്ന സ്ഥലത്ത് തൊട്ട് അയൽപക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചില കശപിശകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ അത് സ്വന്തം സ്ഥാപനത്തിലെ സഹപ്രവർത്തകരോടാകാം. അതല്ലെങ്കിൽ മേലധികാരികളുടെ ചില അഭിപ്രായങ്ങളെ ധിക്കരിക്കുന്നതായി അവർക്ക് തോന്നുകയും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ചില ശാസനകൾ കേൾക്കേണ്ടി വരികയും തുടർന്ന് മാനസിക വിഷമം ഉണ്ടാകേണ്ടി വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നു ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. എന്നാൽ സാമ്പത്തികമായി വളരെ നല്ലതാണ്. ജോലിയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. വളരെ അപ്രതീക്ഷിതമായി കുറേ ധനം ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ആദ്യ ദിവസങ്ങളിൽ ഈ വൈഷമ്യങ്ങൾ ഒഴിച്ചാൽ കർമ്മരംഗത്ത് അവർക്ക് ധനപരമായ കാര്യത്തിൽ ദോഷമൊന്നുമില്ല. വീട്ടിൽ പുതിയ വസ്തുക്കൾ വാങ്ങുകയോ വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളോ വെളുത്ത നിറത്തിലുള്ള ഉപഹാരങ്ങളോ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വെള്ളി ആഭരണങ്ങളൊക്കെ ലഭിക്കാം. ഏറ്റവും സ്റ്റൈലിഷായിട്ടുള്ള കുറച്ച് ആഭരണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഏകദേശം 2.5 ദിവസത്തോളം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഈ കർമ്മരംഗത്ത് നേരത്തെ അവർ ആദ്യത്തെ ദിവസം കേട്ടിരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും തിങ്കളാഴ്ച കേട്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വളരെ നല്ല പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും അനുമോദനങ്ങളും പ്രശംസയും പിടിച്ചു പറ്റുന്ന ദിവസങ്ങളാണ് ഈ പറയുന്ന ചൊവ്വ ബുധൻ ദിവസങ്ങളൊക്കെ. ശേഷം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവർക്ക് ലോവർ അബ്ഡമിൻ ഭാഗത്തിലോ അല്ലെങ്കിൽ തുടയുടെ ഭാഗത്തോ ഒക്കെ എന്തെങ്കിലും അപകട സാധ്യതകളോ പേശി സംബന്ധമായ ദോഷമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രായഭേദമനുസരിച്ചാണ് ഇത് വ്യത്യാസമോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലുമുള്ള ഏറ്റക്കുറച്ചിലോ ഒക്കെ ഉണ്ടാകുന്നത്. ശാരീരികമായ അവശത ഉള്ളവർക്ക്, പ്രായം അധികം ആയവർക്കൊക്കെ അത് കുറച്ച് കൂടുതലാകാം. എന്നാൽ അല്ലാത്തവർക്ക് ചെറിയ തോതിലുള്ള ചില തട്ടോ മുട്ടോ അപകട സാധ്യതയോ ഒക്കെ ആകാനേ വഴിയുള്ളൂ. സന്താനങ്ങളുമൊത്തുള്ള യാത്ര വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും സ്ത്രീ സന്താനങ്ങളുമൊത്ത്, അതായത് പെൺകുട്ടികളുമൊത്ത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വിദ്യാർത്ഥിനികളായ കുട്ടികളുമൊത്ത് സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വേറൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ അഭിമാനാർഹമായ ചില നിമിഷങ്ങൾ കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ. ഈ രോഹിണി നക്ഷത്രം, അതുപോലെ കാർത്തികയുടെ മുക്കാൽ, മകയിരത്തിൻ്റെ ആദ്യത്തേര നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ധനപരമായി ഒട്ടും ദോഷമില്ല. മാത്രമല്ല ഇവരുടെ സഹോദര സ്ഥാനത്തും ബന്ധുസ്ഥാനത്തുമൊക്കെ ഉള്ളവർക്കും നല്ല നേട്ടം കാണുന്നു. സഹോദര സ്ഥാനത്തുള്ളവരോ ബന്ധുക്കളുടെ സ്ഥാനത്തുള്ളവരിൽ നിന്നുമൊക്കെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും സഹായമുണ്ട്, തിരിച്ചും സഹായം കിട്ടുന്നതായി കാണുന്നു. പുതിയ സംരംഭങ്ങൾ ബന്ധുക്കളുമൊത്ത് തുടങ്ങുകയോ സുഹൃത്തുക്കളുമൊത്ത് തുടങ്ങുകയോ ചെയ്യാം. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സന്തോഷവും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്ന അവസ്ഥയിലുള്ള ഒരു കാര്യവുമൊക്കെ നടക്കുന്നതായി കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10 ഉച്ചയ്ക്ക് ശേഷം 11, 12 സന്ധ്യ വരെയും താരതമ്യേന ഗുണമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക 1.5 ദിവസങ്ങൾ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും അവരുടെ ശാരീരികവും മാനസികവുമായ ഒരു നന്മ, ശാരീരികവും മാനസികവുമായ കുറച്ചുകൂടി സൗന്ദര്യം, കുറച്ചുകൂടി ശക്തി ഒക്കെ ഇവർക്കുണ്ടാകുന്നു. സത്യത്തിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന ചില ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നതായി കാണുന്നു ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മരംഗത്ത് വളരെ ശോഭനീയമായ അവസ്ഥ കാണുന്നുണ്ട്. പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നീതിപൂർവമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് ധനം വരുന്നതായി കാണുന്നു. ഏതെങ്കിലും വിധത്തിൽ ധനത്തിന് ഒരു പരാധീനതയോ തടസ്സമോ വരുന്നതിൽ ഒരു തടസ്സമോ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നോ ഒക്കെ ഇവർക്ക് ധനം വരുന്നതായിട്ട് കാണുന്നു. സ്വന്തം വീട്ടിൽ നിന്നാകുമ്പോൾ ചിലപ്പോൾ വീട് ഭാഗം വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന ധനമാവാം. അല്ലെങ്കിൽ ഇവരുടെ പ്രത്യേകമായ അവസ്ഥകൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടിരുന്ന ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾ, ചിലപ്പോൾ അവരുടെ തന്നെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ, ഇവരൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്നു ധനത്തിൻ്റെ രൂപത്തിൽ എന്ന് കാണുന്നുണ്ട്. നല്ല ധനം അങ്ങനെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആഴ്ചയുടെ 2ാം പകുതിയാണ് ഇവർക്ക് ഈ ആഴ്ച ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ആഴ്ചയുടെ 2ാം പകുതിയാണ് കൂടുതൽ ഗുണകരം. അത് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് അവർ വ്യാപരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ചില ആശയങ്ങൾ അവർ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നു, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്ത് അവർക്കൊരു കയറ്റമോ കുറച്ചുകൂടി സാമ്പത്തിക നേട്ടം കിട്ടുന്ന ഒരു മേഖലയിലേക്കൊക്കെ മാറ്റപ്പെടുന്നതായിട്ടോ കാണുന്നുണ്ട്. പൊതുവേ ഗുണകരമാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസം അല്പം ശ്രദ്ധിക്കണം. കണ്ണിനോ മൂക്കിനോ ഒക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനം അവരും സൂക്ഷിച്ചോടിക്കണം. അതുപോലെ താമസ സ്ഥലത്ത് ചില അലർജി അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ, പൂപ്പൽ പോലുള്ള ബാക്ടീരിയ പോലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നാണത് കൂടുതലും വരാൻ സാധ്യത. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ധനപരമായി ഒട്ടും ദോഷമില്ല. ആഴ്ചയുടെ 2ാം പകുതി പ്രവർത്തന സംബന്ധമായും തൊഴിൽ മേഖലയിലും ഒട്ടും ദോഷമില്ല. സന്താനങ്ങളുടെ ദോഷമൊന്നും ഇവർക്ക് വലുതായിട്ട് ഇപ്പോൾ ബാധിക്കുന്നതായിട്ട് കാണുന്നില്ല. പൊതുവെ ഗുണകരമാണ്. എന്നാൽ ദാമ്പത്യത്തിൽ ചെറിയ ചില പ്രശ്നമോ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടതായിട്ടോ ഒക്കെ വരുന്നതായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10 ഉച്ചവരെയും 12-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം 13, 14 താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഈ ആഴ്ചയിൽ അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളാണ് ചിലവുകൾ കാണുന്നത്. എന്നാൽ ഈ ചിലവുകൾക്ക് ശേഷം വരുന്ന ദിവസങ്ങളിൽ എത്രയാണോ ചിലവായത് അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം ധനം ഇവരിലേക്ക് വന്നു ചേരുന്നതായും കാണുന്നു. ആ വിധത്തിൽ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു.
മാത്രമല്ല ഈശ്വരീയമായ ഒരവസ്ഥ ശാരീരികമായും മാനസികമായും അവർ കൈവരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ആശങ്കകൾക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഭയങ്ങൾക്കുമൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടത്തിൽ ഉപരി ഇവർക്ക് ഈശ്വരാധീനത്തിൻ്റെ ഒരു കാലമായിട്ട് കാണുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളും പിന്നീട് അവസാനത്തെ ദിവസവുമാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നത്. പ്രധാനമായും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇടങ്ങളിൽ പോകാനും അത്തരം വ്യക്തികളെ കാണാനും തൻ്റെ കർമ്മരംഗത്ത് ഏറ്റവും നന്നായി ഇവർക്ക് പ്രവർത്തിക്കുവാനും അതനുസരിച്ച് ഇവരുടെ ചുറ്റുപാടുള്ളവരുടെ ആശംസകൾ പിടിച്ചുപറ്റുവാനും ചുറ്റുപാടുകളിൽ നിന്നും ഇവർക്ക് അനുഭവപ്പെട്ടിരുന്ന പരിഹാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ അതിന് അറുതി വരുന്നതായി ഇവർക്ക് തന്നെ തോന്നുന്നതായും ഉള്ള ചില അനുഭവങ്ങൾ ഈ ആഴ്ചയിൽ ഇവർക്ക് വരാം, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് നന്നായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക ഗുണമുണ്ടാകുന്നു. ചില യാത്രകൾ നടത്തുന്നു. ജലവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ പിക്നിക് സ്പോട്ടിൽ പോകുക, നദീതീരങ്ങൾ, അതുപോലെ തന്നെ ബീച്ച്, ഈ സ്ഥലങ്ങളിലൊക്കെ പോകുകയും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ജലസംബന്ധമായ നീർദോഷ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തലയിൽ ഇങ്ങനെ ഭാരമുള്ളതുപോലെ തോന്നുക, മുഖത്തിന് നീര് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ, കണ്ണുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലർജി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുക, ത്രോട്ട്, ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇതൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ധനപരമായും പ്രവർത്തനപരമായും ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷം ഗുണകരമാണ്. അവസാന ദിവസം വളരെ അപ്രതീക്ഷിതമായി ഇവർക്ക് ചില സഹായങ്ങൾ ഇവരുടെ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നോ ലഭ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെക്കുറിച്ച് ഇവർക്കുണ്ടായിരുന്ന ചില ചെറിയ പിണക്കമോ ഈർഷ്യയോ ഒക്കെ മാറുന്നതായും തിരിച്ചിങ്ങോട്ടും വളരെ നല്ല സ്മൂത്തായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. ഈ ആഴ്ചയിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 11-12 സന്ധ്യ വരെയും ശേഷം 15-ാം തീയതിയും താരതമ്യേന മേന്മയുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗമടങ്ങുന്ന ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഗുണകരമാണ്. ആഴ്ച തുടങ്ങുന്നത് സാമ്പത്തികമായ നേട്ടത്തിൻ്റെയും പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ വൻ വിജയമുണ്ടാകുന്നതിൻ്റെയും അവസ്ഥ കാണുന്നു. എന്നാൽ തുടർന്ന് വരുന്ന 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആസൂത്രണം ചെയ്തതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതിൻ്റെ ഒരു പരാജയബോധവും നിരാശയും ഇവരെ അലട്ടാം. ഒപ്പം തന്നെ ഈ ക്രമീകരണങ്ങൾ തെറ്റിയതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തികമായ ചില അധിക ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ത്രീ ബന്ധങ്ങൾ, അമ്മ, സുഹൃത്ത്, അമ്മ, അതുപോലെ തന്നെ ഭാര്യ, പെൺകുട്ടി, മകൾ, അല്ലെങ്കിൽ പിന്നെ സഹോദരി, സ്ത്രീ സുഹൃത്തുക്കൾ, ഇവരുമായി ബന്ധപ്പെട്ട് മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവരിൽ ആരെങ്കിലുമായി കടുത്ത പിണക്കത്തിലാവുകയും അതിനെ തുടർന്നുണ്ടാകുന്ന മാനസിക സംഘർഷവും അനുഭവിക്കേണ്ടി വരാം. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരാജയബോധമോ മനസ്സിനെ അലട്ടുന്ന മറ്റേതെങ്കിലും വിധത്തിലുള്ള വിഷമങ്ങളോ ഇവരെ വല്ലാതെ ഒരു ആലസ്യത്തിലാക്കാം. അത് പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവരെ മനസ്സും ശരീരവും പിന്നാക്കം വലിക്കുകയും അതിൽ കൊണ്ട് തന്നെ തങ്ങളുടെ സാമ്പത്തിക അവശ ഈ ദിവസങ്ങളിൽ അധിക ചെലവിൻ്റെ കൂടി അവസ്ഥ ഉള്ളതുകൊണ്ട് പരാധീനതയിലേക്ക് പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ തുടർന്നു വരുന്ന ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ 2-ാം പകുതിയിലെ ദിവസങ്ങൾ താരതമ്യേന ഇവർക്ക് ഗുണകരമാണ്. ഈ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളോ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കാതെ പോയതിൻ്റെ പരാജയങ്ങളോ പിറ്റേ ദിവസം ഇവർക്ക്, അതായത് ആഴ്ചയുടെ 2-ാം പകുതിയിലെ ആദ്യ ദിവസങ്ങൾ ഇവർക്ക് ദോഷകരമായി ബാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം കൂടുതൽ ജാഗ്രതയോടുകൂടി, കൂടുതൽ ശ്രദ്ധയോടുകൂടി തങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും പരാജയം വിജയമായി മാറ്റാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിൻ്റേതായ മാനസിക സന്തോഷവും ശാരീരിക സന്തോഷവും ഇവരിൽ പ്രകടമാകുന്നു. കർമ്മരംഗത്ത് ഇവർക്ക് സജീവമാകാൻ സാധിക്കുന്നു. ആഴ്ചയുടെ 2-ാം പകുതി സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, തങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെയും തങ്ങൾക്ക് വിജയവും മറ്റുള്ളവരാൽ പ്രശംസയും അതുപോലെ തന്നെ അനുമോദനങ്ങളുമൊക്കെ ലഭ്യമാകുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വാക്കൽപ്പം സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് മാത്രം, പ്രത്യേകിച്ചും സ്ത്രീകളോട്. ഈ ചിങ്ങം രാശിയിൽപ്പെട്ട ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പുരുഷന്മാരാണെങ്കിൽ അവർ സ്ത്രീകളോട് പെരുമാറുന്ന കാര്യത്തിലും തിരിച്ചും വളരെ ശ്രദ്ധ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഈ ആഴ്ചയുടെ കാര്യമെടുത്താൽ തുടക്ക ദിവസങ്ങൾ സാമ്പത്തികമായി നല്ല നേട്ടമാണ്, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ശേഷം വരുന്ന 2 ദിവസങ്ങൾ വളരെ ദോഷമാണ്. പ്രത്യേകിച്ച് ദോഷം എന്ന് പറഞ്ഞാൽ അധിക ചെലവിൻ്റെയും പ്ലാനിംഗ് നടക്കാത്തതിൻ്റെയുമായ ചില പ്രശ്നങ്ങളോ മറ്റു ചില പിണക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാം. തുടർന്ന് ആഴ്ചയുടെ 2-ാം പകുതിയിൽ വരുന്ന ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണ്. ഇതിന് നേരെ വിപരീതമായി സാമ്പത്തിക ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. അവസാന ദിവസം വാക്ക് വളരെ ശ്രദ്ധിക്കുക.
മുഖത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അപകട സാധ്യതകളോ ആഴ്ചയുടെ അവസാന ദിവസം ഉണ്ടാകാം. ചിലപ്പോൾ അത് ത്വക്ക് സംബന്ധമായ രോഗവും ആകാം, ചിലപ്പോൾ അലർജി അസുഖവുമാവാം. ഏതായാലും ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10 ഉച്ചവരെ, ശേഷം 12 സന്ധ്യയ്ക്ക് ശേഷം 13, 14 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് കർമ്മരംഗത്തുണ്ടാകാവുന്ന ഒരു ഉയർച്ചയാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം. തങ്ങളുടെ പ്രവർത്തന മേഖല ഇവർക്ക് ഏറ്റവും നന്നായി അത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഈ മറ്റുള്ളവരെ പരിഹസിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ കുറ്റം ചാർത്തി തങ്ങളുടെ ഭാഗം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില മോശം സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കുന്നതായും തൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ താൻ തന്നെ ചെയ്തു തീർത്ത് ധനമോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയോ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളിൽ മനസ്സുറച്ചു നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നല്ല ഈശ്വരാധീനം ഉണ്ടാകുന്നതായി കാണുന്നു. കർമ്മരംഗം ഏറ്റവും നന്നായി, ഏറ്റവും നിഷ്കളങ്കമായി, നീതിപൂർവകമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിൻ്റെ തുടർച്ചയായി വരുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ കർമ്മവിശുദ്ധി, കർമ്മത്തിൽ വിജയം, സാമ്പത്തിക നേട്ടം, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനപരമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആഗ്രഹ സഫലീകരണങ്ങൾ, ഇതൊക്കെ ഇവരെ വളരെയധികം ആനന്ദത്തിലാക്കാൻ സഹായിക്കുമെന്ന് കാണുന്നു. തുടർന്ന് ആഴ്ചയുടെ 2ാം പകുതിയിൽ വരുന്ന 2 ദിവസങ്ങൾ കടുത്ത ചെലവിൻ്റെ ദിവസങ്ങളായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും പിതാവിനോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെയോ ഹൃദയം, ഞരമ്പ്, കണ്ണുകൾ ഈ ഭാഗവും കേന്ദ്രീകരിച്ചുണ്ടാകാവുന്ന ചില അസുഖങ്ങൾക്കോ അവശതകൾക്കോ പണം മുടക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ചില തീരുമാനങ്ങൾ തെറ്റായി എടുക്കുകയും അതിനനുസരിച്ച് യാത്രയോ മറ്റു ചിലവുകളോ ചെയ്യേണ്ടി വരുന്നതായും കാണുന്നു. അതായത് ആഴ്ചയുടെ 2ാം പകുതിയിലെ ആദ്യ ദിവസങ്ങൾ. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസമാണ്. ഈ തൊട്ടു മുമ്പിലുണ്ടായ ദിവസങ്ങളുടെ ശോചനീയാവസ്ഥയും പരാജയാവസ്ഥയും ഒക്കെ മാറി വിജയിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം നിരാശാബോധമോ പരാജയബോധമോ ഒന്നും ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്കുണ്ടാകുന്നില്ല. പൊതുവേ ഈ ആഴ്ചയുടെ കണക്കെടുത്താൽ പ്രവർത്തനങ്ങളിൽ വിജയവും യാത്ര കൊണ്ട് പ്രയോജനവും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കലും നല്ല സാമ്പത്തിക നേട്ടവും കാണുന്നു. അമിത ചെലവ് ഉണ്ടാകുന്നുണ്ട് ആഴ്ചയുടെ 2ാം പകുതിയിലെ ദിവസങ്ങളിൽ. എന്നാൽ ഏറ്റവും ആഴ്ചയുടെ അവസാന ദിവസം വളരെ ഗുണകരമായിട്ടും കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ആരോഗ്യ സംബന്ധമായ ഗുണം, പൊതുവെ മനസ്സിന് സമാധാനം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11, 12 സന്ധ്യ വരെയും ശേഷം 15 കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഭേദമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും വിദേശവുമായി ബന്ധപ്പെട്ട പഠന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ കൃത്യമായി ഫലിക്കുന്ന രീതിയിലോ ഒക്കെ ഉള്ള അവസ്ഥ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നു. പിതാവിനോ അല്ലെങ്കിൽ വയോധികരായ ഇവരുടെ രക്തബന്ധത്തിൽപ്പെട്ടവർക്കോ ശാരീരികമായ അവശത ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. എന്നാൽ തൊട്ട് പിന്നാലെ വരുന്ന ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുവരെ ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും ഈശ്വരാധീനം കൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാവുകയും കൃത്യമായി കാര്യങ്ങൾ ഈശ്വരാധീനത്താൽ ഭാഗ്യവശാൽ ചെയ്തു പോവുകയും അതിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഏത് കാര്യവും വളരെ സത്യസന്ധമായി നീതിപൂർവകമായി വിജയത്തിലെത്തുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനപരമായ നേട്ടം, യാത്ര പ്ലാൻ ചെയ്ത ആസൂത്രണം ചെയ്ത യാത്രകൾ കൃത്യമായി നടക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്ത യാത്രയോ അത് പഠനത്തിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ ആവാം. അതല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഇതേ നക്ഷത്രക്കാർക്ക് അവിടെ ജോലിയുള്ളവർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റം വരുന്നതായും അവിടുത്തെ ചില മോശാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്നതായിട്ടും കാണുന്നു. ആഴ്ചയുടെ 2ാം പകുതിയിലെ ആദ്യ ദിവസങ്ങളും ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിലൊക്കെ വിജയം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. അല്ലെങ്കിൽ ദമ്പതികളുടെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങളോ തടസ്സങ്ങളോ മാറി അവർക്ക് മനസ്സിന് സന്തോഷം ലഭ്യമാവുന്ന ചില അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ചിലവൽപ്പം കൂടിയിരിക്കാനും ചില കാര്യങ്ങളെങ്കിലും വിചാരിച്ചതുപോലെ നടക്കാതെ വരുന്നതിൻ്റെ മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാലും പൊതുവെ ഈ ആഴ്ച ഇവർക്ക് ഗുണകരം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ആരോഗ്യ സംബന്ധമായി നോക്കുമ്പോൾ ഇവരുടെ പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുക്കണം. സ്വന്തം കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ
ലോവർ അബ്ഡമിൻ ഭാഗത്തുണ്ടാകാവുന്ന അസ്വസ്ഥതകളോ, ഈ തുലാക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളോ, പുരുഷന്മാർക്ക് ജെനിറ്റൽ ഓർഗൻസ് ഭാഗവുമായി ബന്ധപ്പെട്ടും അസുഖങ്ങളോ അസ്കിതകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10 ഉച്ചയ്ക്ക് ശേഷം 11, 12, 13, 14 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ഉച്ചയ്ക്കുള്ളിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തേക്കാൾ അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഓവർ സ്മാർട്ട്നെസ്സിൻ്റെ കുറേ ദിവസങ്ങളാണ് ഈ ആഴ്ചയിലും ഇവരെ പിന്തുടരുന്നത്. ഭാഗ്യവശാൽ ഈശ്വരൻ വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യവും ഈശ്വരാധീനവും ഇവരിൽ കനിഞ്ഞ് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓവർ സ്മാർട്ട്നെസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ദോഷങ്ങൾ വരാൻ സാധ്യതയില്ല. പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏറ്റവും നന്നായി ഊർജ്ജസ്വലമായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം പോലെ ഇവർക്ക് വിജയവും ഉണ്ടാകുന്നതായി കാണുന്നു. ഏറ്റവും പ്രധാനം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ വിദേശ നിക്ഷേപമുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കർമ്മ മേഖലകളിലോ ഇവർക്ക് നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ചില യാത്രകൾ തരപ്പെടുന്നു, പുതിയ ചില സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ തരപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മനസ്സിന് സന്തോഷം ലഭ്യമാവുന്ന ചില നിമിഷങ്ങൾ കൈവരുന്നു എന്നുള്ളതാണ് സത്യം. ശരീരത്തിൽ മുറിവുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുറിവ് മാത്രമല്ല, ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിക്കുക വഴി എന്തെങ്കിലും ദോഷമുണ്ടാകാം. വാഹനം അമിത വേഗതയിൽ ഓടിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം. സാഹസികമായ എടുത്തുചാട്ടങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ത്വക്ക് സംബന്ധമായോ വൈദ്യുതിയോ അഗ്നിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പെട്ടെന്ന് വളരെ പെട്ടെന്ന് സംസാരിക്കുന്ന, വളരെ പെട്ടെന്ന് മറുപടി കൊടുക്കുന്ന ഒരു പ്രകൃതം ഈ ആഴ്ചയിൽ ചിലപ്പോൾ ഈ പറയുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്കുണ്ടാകാനുള്ള സാധ്യതയാണ്. ചൊവ്വയാണ് അവരുടെ നാഥൻ. അതുകൊണ്ട് തന്നെ വളരെ സ്മാർട്ടായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണും. പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ വർത്തമാനങ്ങൾ ചിലരെ ചൊടിപ്പിക്കുകയും അതൊരു കലഹത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്യാം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം കൊണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, ജോലി, പഠനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും അനുഗ്രഹീതമായ അവസ്ഥകൾ ഉണ്ടാകുന്ന സമയമാണ് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12 സന്ധ്യയ്ക്ക് ശേഷം 13, 14, 15 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഇവർക്കും ഏറ്റവും നന്നായി പൊതിക്കുന്നത്. അഷ്ടമത്തിലാണ് വ്യാഴമെങ്കിലും സ്വന്തം ക്ഷേത്രത്തിലും, അതുപോലെ തന്നെ ശുക്രൻ 11ലും നിൽക്കുന്നു, കൂടെ സൂര്യനുമുണ്ട്. അതുകൊണ്ട് പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ഇവർക്ക് പണം വരുന്നു. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏറ്റവും നന്നായി ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നു. ആരോടും സൗമ്യമായി പെരുമാറുകയും മറ്റുള്ളവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഇവരിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ചില പരീക്ഷകളിലോ അഭിമുഖങ്ങളിലോ ഒക്കെ വിജയിക്കുന്നതായി കാണുന്നു. ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കുക വഴി ഇവരുടെ മനസ്സിന് ഊർജ്ജസ്വലതയും ധൈര്യവും കൈവരുന്നതായി കാണുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് വളരെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവർ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതിന് ഘടകവിരുദ്ധമായി ചിലപ്പോൾ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുത്തെന്നിരിക്കാം. പക്ഷേ സ്വാഭാവികമായും അത് ഇവർക്ക് വിജയവും അതുപോലെ തന്നെ മനസ്സന്തോഷവും ലഭിക്കുന്നു എന്നുള്ളത് നാളെ ഉറപ്പാകാവുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം ഈശ്വരാധീനം ആ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നു ഇല്ല, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ പിതൃതുല്യരായ ഇവരുടെ ബന്ധത്തിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകാം. അതിൻ്റെ ചില മാനസിക വിഷമങ്ങൾ ഇവരെ വല്ലാതെ ബാധിച്ചേക്കാം. മറ്റു സാമ്പത്തിക ലാഭം ഇവർക്ക് നന്നായിട്ടുണ്ടാവും. ചിലപ്പോൾ വീട് ഒന്നുകൂടി അലങ്കാരപ്പണിയൊക്കെ ചെയ്ത് പുതിയ മോടിയിൽ ഇറക്കാനും, അല്ലെങ്കിൽ വീടില്ലാത്തവർ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനും അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് അനുമതി ഭാഗ്യവശാൽ ലഭിക്കുന്നതായും ഒക്കെ കാണുന്നു. ചില പുതിയ സൗഹാർദ്ദങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. അതിൽ നിന്ന് ഇവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ സമ്മാനങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, അധികാരികളുമായിട്ടുള്ള ബന്ധം പുതിയ ചില കർമ്മ മേഖലകളിലേക്ക് ഇവരെ വഴിതിരിച്ചു വിടുന്നതായിട്ടും കാണുന്നുണ്ട്. പൊതുവെ ഗുണമാണ്. ചില ശസ്ത്രക്രിയയ്ക്കോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ സന്ദർശനത്തിനോ ഇവർക്ക് പോകേണ്ടി വരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ ത്രോട്ട് സംബന്ധമായോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകമായിട്ട് അതിന് ഒരു ജാഗ്രത പാലിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10,
പിന്നെ 9, 10-ാം തീയതി ഉച്ചവരെയും പിന്നെ 15-ഉം താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം കടുത്ത ഈ ദുരവസ്ഥകളിൽ നിന്ന് മാറുന്ന ഒരവസ്ഥയാണ്. ഒന്നാമതേ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തിരി ദോഷങ്ങൾ ഉണ്ടായിരുന്നത് ഭാഗ്യക്കേടിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഭാഗ്യം വളരെ അനുകൂലമായി മാറിയിരിക്കുന്നു. മാത്രമല്ല എല്ലാ തരത്തിലും ഇവരുടെ പ്രവർത്തനങ്ങളിൽ വിജയവും അതുപോലെ തന്നെ ചില പ്രത്യേക ഫലപ്രാപ്തിയും ലഭിക്കുന്ന തരത്തിലുള്ള കർമ്മശേഷിയും ഇവർക്ക് കൈവരുന്നതായി കാണുന്നു. തടസ്സങ്ങളൊക്കെ മാറി എല്ലാ വഴികളും തുറന്നിടുന്നു ഭാഗ്യം വശാൽ ഈശ്വരൻ. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേക ബിസിനസ് സംരംഭങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള അവസ്ഥ, അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമോ പ്രശ്നമോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം വരുന്നു. കുടുംബജീവിതത്തിലെ താളപ്പിഴകൾക്ക് മാറ്റമുണ്ടാകുന്നു. കൃത്യമായ ഒരു സംഗീതാത്മകതയോടുകൂടി കുടുംബജീവിതം മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നു. അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രതയും പഠന വിജയവും ഒക്കെ ഉണ്ടാകുന്നു സന്താനങ്ങൾക്ക്. അതുപോലെ തന്നെ ജോലി ലഭ്യമാകാൻ, പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട ജോലി ലഭ്യമാവാൻ സാധ്യമാവുന്നു. പല കാര്യങ്ങളിലും ആഗ്രഹിച്ചത് നടക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. 2 ആചാര്യന്മാർ ശുക്രനും വ്യാഴവും വളരെ ബലവാനായി നിൽക്കുകയാണ് ഏറ്റവും നല്ല സ്ഥലത്ത്, 7-ലും അതുപോലെ തന്നെ പിന്നെ 9-ലും നിൽക്കുന്നു. അതുകൊണ്ട് വളരെ ഗുണമാണ്. അധികാര സ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നല്ല ഗുണമുണ്ടാവും. പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കി പിതാവിൽ നിന്ന് ഇവർക്ക് ഗുണമാണ്. പിതാവിന് ആരോഗ്യ സംബന്ധമായി ദോഷങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിതൃസ്വത്ത് സ്വീകരിക്കാനും പൂർവിക സ്വത്ത് ഇവരുടെ കയ്യിലേക്ക് വരാനുമൊക്കെയുള്ള സാധ്യത കാണുന്നു. കർമ്മരംഗത്ത് വളരെ കർക്കശമായ നിലപാടുകൾ എടുക്കുന്നതായും കാണുന്നുണ്ട്. വളരെ ആക്റ്റീവായി തങ്ങളുടെ ജോലി, തങ്ങളുടെ പ്രവർത്തന രംഗം ഇവർ കൊണ്ടുപോകും മുന്നോട്ട്. അതുകൊണ്ട് തന്നെ മേലധികാരികളുടെ, സഹപ്രവർത്തകരുടെ ഇവരുടെയൊക്കെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കും. വളരെ കൃത്യമായി നീതിപൂർവമായി തങ്ങളുടെ ജോലി ചെയ്യുകയും അതിന് കടുത്ത ഈശ്വരാധീനം ഉണ്ടാവുകയും ചെയ്യുന്നതായി കാണുന്നു. അങ്ങനെ പൊതുവെ ഗുണകരമാണ്. ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കണം. പാദങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപകട സാധ്യതകളാണ് കൂടുതൽ. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളുമൊക്കെ എടുക്കുമ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം. പൊതുവേ കാര്യങ്ങളിൽ ഒരു ചിട്ട വരുത്തണം എന്നാണ് ഇവരെക്കുറിച്ച് പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകൾ മറികടക്കാൻ തക്കവണ്ണമുള്ള ഈശ്വരാധീനം ഉണ്ടെങ്കിലും ചില ഗ്രഹങ്ങൾ ചില കാർക്കശ്യത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ ഈശ്വരാധീനം തന്നെയാണ്. ദേവീ കടാക്ഷം കൊണ്ട് ഈ ആഴ്ച ഇവർക്ക് പൊതുവെ സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. വായ്പയിലാണ് പോകുന്നതെങ്കിലും ആ വായ്പയ്ക്ക് വലിയ ഇളവുണ്ടാവുകയും അത് അടയ്ക്കുന്നതൊക്കെ ഇവർക്ക് ആശ്വാസകരമായ രീതിയിലാവുകയും ചെയ്യുന്ന ചില അറിയിപ്പുകൾ കിട്ടുന്നത് കൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പഴയ കടങ്ങളിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാൻ സാധിക്കുന്നു. മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവർത്തനങ്ങളും, അത് ചിലപ്പോൾ വീട് നിർമ്മാണത്തിൻ്റേതാകാം, അതല്ലെങ്കിൽ തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൻ്റേതാകാം, അതുമല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ചില സംരംഭങ്ങളിൽ തൽക്കാലം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പണം മുടക്കാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ സൈലൻ്റായി നിന്നിരുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നതായി കാണുന്നു. അവർക്ക് അവരുടെ ഷെയർ ഇടാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആഴ്ചയുടെ തുടക്ക 1.5 ദിവസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന കർമ്മരംഗത്ത് ഇവർക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുകയും കർമ്മരംഗത്ത് വൻ വിജയമുണ്ടാകുന്നതായും കാണുന്നു. കടബാധ്യതയിൽ നിന്നും മോചനം, ആരോഗ്യപരമായി ഇവരെ ബാധിച്ചിരുന്ന നെഗറ്റിവിറ്റീസ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചുകൂടി ശാരീരികമായി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു, അതിന് ഒരു ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വയറ് വലുതായി വരിക, ഉദരത്തിൻ്റെ ഭാഗം, മഹോദരം പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റൊമക്കിൻ്റെ ഇന്നർ അവയവങ്ങൾക്കുണ്ടാകാവുന്ന ചില ദോഷങ്ങളും ഇവരെ ബാധിക്കാനിടയുണ്ട്. ചിലർക്കെങ്കിലും അതിൽ ആശ്വാസം കിട്ടുന്നതായും കാണുന്നുണ്ട്. അതുപോലെ കനത്ത ചില അനുഗ്രഹങ്ങൾ ഇവരിലേക്ക് വരുന്നതിനാൽ പണം ഇവരിൽ സ്വരൂപിക്കപ്പെടുന്നു. ഇവർക്ക് പണം സംഭരിക്കാൻ, ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ചില സ്ത്രീകളുടെ സഹായം കൊണ്ട് ഈ കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉന്നമനവും ധനാഭിവൃദ്ധിയും ഉണ്ടാകുന്നു. അതുപോലെ കുംഭക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷന്മാരാലും സഹായമുണ്ടാകുന്നതായി കാണുന്നു. വിവാഹം, പ്രണയസാഫല്യം ഇതൊക്കെ ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം കാൽമുട്ട്, എല്ല്, പേശികൾ ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളോ അപകടങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നത്.
ഈ ആഴ്ചയിൽ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10 ഉച്ചയ്ക്ക് ശേഷം 11, 12, 13, 14 നല്ല ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണിപ്പോൾ. കഴിഞ്ഞ കുറേ കാലമായി ഒരു മധ്യസ്ഥിതിയിൽ പോയിരുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി വിജയവും ഭാഗ്യവും ഇവരിലേക്ക് ചൊരിയപ്പെടുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. ഇപ്പോഴും ശത്രുക്കളുടെയും അതുപോലെ ചില പരിഹാസങ്ങളുടെയും വിമർശനങ്ങളുടെയും അവസ്ഥ ഇവരിലേക്ക് വരുന്നത് മാറിയിട്ടില്ല. പക്ഷേ ഈശ്വരാധീനം കൊണ്ടും ഭാഗ്യം കൊണ്ടും അതിനെ അതിജീവിക്കാൻ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം പൊടുന്നനവേ ആയിരിക്കും ഇവർക്കുണ്ടാവുക. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ദുരിതമോ അനുഭവിച്ചു കൊണ്ടിരുന്ന ഇവർക്ക് വളരെ പെട്ടെന്നായിരിക്കും ചില സഹായങ്ങൾ വരിക. ഇവരുടെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം തന്നെ കൃത്യമായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരസ്ഥാനത്തുള്ള വ്യക്തികളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു. ചിലപ്പോൾ ചില പ്രധാന ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നു എന്ന അവസ്ഥ ഉണ്ടാകുമെങ്കിലും അതിന് കൃത്യമായ ധനവും മറ്റു സഹായവും ഇവരിലേക്ക് വരുന്നുണ്ട്. ആ കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ഒരു നിഷ്ഠ പുലർത്തുന്ന ഒരു സ്വഭാവം ഇവരിൽ നിന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ട് ചില പ്രത്യേക ദൗത്യങ്ങൾ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ചിലർ ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റേതായ ഗുണമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ ഗുണമോ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി വരുന്നു. അതിൻ്റെ ഗുണമുണ്ടാകുന്നു. ചിലപ്പോൾ പിതാവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളോ ഒക്കെ ഒത്തുതീർപ്പിലെത്താനുള്ള സാധ്യതയും പിതാവിൻ്റെ സംരക്ഷണത്തിലുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ ഇവരിലേക്ക് വരികയുമൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ബന്ധുക്കളാൽ സഹായം, പിതാവിനാൽ സഹായം, വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഗുണം, അതുപോലെ തന്നെ വളരെ പെട്ടെന്നുണ്ടാകാവുന്ന ചില സഹായങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ഇവരിൽ നിന്നുണ്ടാകുന്ന സഹായം, ഇതൊക്കെ ഇവരെ ഗുണത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് കാണുന്നു. ദോഷം എന്നിവർക്കിപ്പോൾ പറയാൻ ഒരു പ്രധാന കാരണം മാതാവുമായി ബന്ധപ്പെട്ട ചില അവസ്ഥകളാണ്. മാതാവിന് ശാരീരികമായ അവശതയോ കടുത്ത നൈരാശ്യമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗാവസ്ഥ കൊണ്ടുണ്ടാകുന്ന നൈരാശ്യമാവാം. അതുപോലെ തന്നെ പിന്തുടർന്നു വന്ന സാമ്പത്തിക പരാധീനത ഏതെങ്കിലും തരത്തിൽ ഇവരെ അലട്ടുന്നതാകാം. എന്തായാലും ക്ഷമിക്കുക. ഈ ആഴ്ചയിൽ കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടി അനുഗ്രഹമായി വരും എന്ന് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന അമ്മമാരോട് പറയുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12 സന്ധ്യയ്ക്ക് ശേഷം 13, 14, 15 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ശനിദോഷം, അതുപോലെ തന്നെ ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി ദോഷങ്ങൾ, ദോഷഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശ അപഹാര ചിത്രങ്ങൾ, ഇവരൊക്കെ തന്നെയും ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. പരിഹാരത്തിനായി ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിനെയോ അയ്യപ്പസ്വാമിയെയോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനെയോ നീരാഞ്ജനം അർപ്പിക്കുക, കടുംപായസം കഴിപ്പിക്കുക, കാക്കയ്ക്കിടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്കൊക്കെ ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ഓം നമോ നാരായണായ എന്ന് വ്യാഴദോഷ പരിഹാരത്തിന് ഓരോരുത്തരും ചെയ്യുക. കൃത്യമായി ജപിക്കുക ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയോ മഹാവിഷ്ണുവിന് പാദങ്ങളിൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയോ പാൽപ്പായസ നൈവേദ്യം നടത്തുകയോ നെയ്വിളക്ക് കത്തിക്കുകയോ ഒക്കെ ചെയ്യാം. എന്തായാലും വ്യാഴദോഷത്തിൻ്റെ മാറ്റം സാമ്പത്തിക ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും എല്ലാ മംഗളവും സഫലീകരിക്കപ്പെടലുമാണ്. അതുപോലെ തന്നെ കേതുവിൻ്റെ ദോഷ പരിഹാരത്തിനായിട്ട് മഹാഗണപതിയെ പ്രാപിക്കുക. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, നാളികേരം മുടയ്ക്കുക, അതുപോലെ ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക. അടുത്തത് നാഗദോഷങ്ങൾക്കുള്ള പരിഹാരമാണ്. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരങ്ങൾക്കായി 100 പാലും കൊടുക്കുക. ശിശുക്കളുടെ ജനനത്തിനും പുത്രനും പുത്രിക്കുമൊക്കെ സമ്പൂർണ്ണ ആരോഗ്യത്തിനും പഠന സംബന്ധമായ കാര്യത്തിനും വിശേഷ ബുദ്ധിക്കും ത്വക്ക് സംബന്ധമായ കാര്യത്തിനും പൊതുവെയുള്ള ചൈതന്യത്തിനുമൊക്കെ നാഗരുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. അതുകൊണ്ട് ദോഷ പരിഹാരത്തിനായി 100 പാലും കൊടുക്കുക. മറ്റെന്തൊക്കെയാണോ ആചാര്യന്മാർ വിധിക്കുന്നത് അത് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.